നമസ്കാരം. ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാൻ ഭരണകൂടത്തെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുമായി ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ. ഡൽഹി മുംബൈ ഭീകരാക്രമണങ്ങളിൽ തങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടം ആവർത്തിച്ച് നിഷേധിക്കുന്നതിനിടയിലാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരി നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. കാലങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ വാദം ശരിവെക്കുന്നതാണ് മസൂദ് ഇല്യാസിയുടെ വെളിപ്പെടുത്തൽ. ഡൽഹിയിലും മുംബൈയിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ മുഖ്യ ആസൂത്രകൻ സംഘടനയുടെ തലവനായ മസൂദ് അസർ ആയിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന പരാമർശങ്ങളാണ് മസൂദ് ഇല്യാസ് കശ്മീരി നടത്തിയത്. ഇന്ത്യയെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നും മസൂദ് അസർ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതായി മസൂദ് ഇല്യാസ് വെളിപ്പെടുത്തി. 5 വർഷം ഇന്ത്യയിൽ തടവ് ശിക്ഷ അനുഭവിച്ച ശേഷമാണ് അസർ പാകിസ്ഥാനിലെത്തിയത്. 2019 ഇന്ത്യ വ്യോമാക്രമണം നടത്തിയ ബാലക്കോട്ടായിരുന്നു മസൂദ് അസറിന്റെ താവളമെന്നും മസൂദ് ഇല്യാസ് പറഞ്ഞു. ഭീകരർക്ക് പാകിസ്ഥാനിൽ സുരക്ഷിതമായ താവളങ്ങളുണ്ടെന്ന് ഇന്ത്യയുടെ ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്നതാണ് ഇല്യാസിന്റെ വാക്കുകൾ. ഒരു വീഡിയോയിലൂടെയാണ് ഇക്കാര്യങ്ങൾ മസൂദ് ഇല്യാസ് തുറന്നു പറഞ്ഞത്. ബാലക്കോട്ടിൽ വെച്ചാണ് ഭാരതത്തിനെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയതെന്ന് മസൂദ് പരസ്യമായി അവകാശപ്പെട്ടു. തീഹാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട അമീറുൽ മുജാഹിദീൻ മൗലാന മസൂദ് അസർ പാകിസ്ഥാനിലെത്തി. ബാലക്കോട്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ദൗത്യവും പദ്ധതിയും നടപ്പിലാക്കാനുള്ള വേദിയൊരുക്കി. ഡൽഹിയിലും മുംബൈയിലും നടത്തിയ ആക്രമണങ്ങളിലൂടെ ഇന്ത്യയെ ഭീതിയിലാഴ്ത്തിയെന്നും മസൂദ് ഇല്യാസ് വീഡിയോയിൽ പറയുന്നു. കൂടാതെ ഒസാമ ബിൻ ലാദനെ ആശയധാര രൂപപ്പെടുത്തിയ രക്തസാക്ഷിയെന്നും ഇയാൾ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ ബഹാവൽപൂരിൽ നടന്ന വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാക് സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ജനറൽമാരുടെ നിർദ്ദേശത്തിനെക്കുറിച്ചും മസൂദ് ഇല്യാസ് തുറന്നു സമ്മതിച്ചു. പാക് സൈനിക മേധാവി അസീം മുനീറിൽ നിന്നാണ് നിർദ്ദേശം ലഭിച്ചത്. ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ലെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ പൊളിച്ചെടുക്കുന്നതാണ് ഈ വിവരങ്ങൾ. പാകിസ്ഥാന്റെ സൈനിക സുരക്ഷാ സംവിധാനത്തിന്റെ നിരീക്ഷണത്തിലാണ് ജെയ്ഷെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതെന്ന ഇന്ത്യയുടെ കണ്ടെത്തലുകൾ പാക് ഭരണകൂടം നിഷേധിച്ചെങ്കിലും ഇല്യാസിന്റെ വെളിപ്പെടുത്തലിൽ അതും പൊളിഞ്ഞു. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഭീകരരുടെ ഒളിത്താവളങ്ങളില്ല എന്ന് ലോകത്തോട് പറഞ്ഞിട്ടും പാകിസ്ഥാന്റെ സൈനിക സുരക്ഷാ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ ജെയ്ഷെ ക്യാമ്പുകൾ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്നു എന്ന ഇന്ത്യയുടെ ദീർഘകാലമായിട്ടുള്ള വാദത്തെ ജെയ്ഷെ കമാൻഡറുടെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്നു. ജെയ്ഷെയുടെ ബഹാവൽപൂർ ആസ്ഥാനമായ ജാമിയ മസ്ജിദ് സുബാനളയിൽ മെയ് 7 നടന്ന ആക്രമണം കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും ബോംബാക്രമണത്തിൽ അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായും കശ്മീരി പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച വന്നിരുന്നു. മസൂദ് അസറിന്റെ കുടുംബത്തെ ഇന്ത്യൻ സൈന്യം ഛിന്നഭിന്നമാക്കിയെന്നായിരുന്നു മസൂദ് ഇല്യാസ് കശ്മീരി പറഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്നത്. മൗലാന മസൂദ് അസർ എല്ലാം ത്യജിച്ച് രാജ്യത്തിനായി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു മസൂദ് ഇല്യാസ് കശ്മീരി വീഡിയോയിൽ ആക്രോശിക്കുന്നത്. തോക്കേന്ത്യ ഭീകരർക്കിടയിൽ നിന്നും പ്രസംഗിക്കുന്ന വീഡിയോ ആയിരുന്നു ചൊവ്വാഴ്ച വ്യാപകമായി പ്രചരിച്ചത്. ഇന്ത്യയുടെ ആക്രമണം വലിയ ആഘാതമുണ്ടാക്കിയെന്ന് അംഗീകരിക്കുന്ന രീതിയിലായിരുന്നു ഈ വീഡിയോയിൽ ഇല്യാസ് സംസാരിച്ചിരുന്നത്. ഇന്ത്യക്കെതിരായ നിരവധി ഭീകരാക്രമണങ്ങളിൽ പ്രതിസ്ഥാനത്തുള്ള സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. സംഘടനയുടെ സ്ഥാപകനാണ് മസൂദ് അസർ. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 7 സൈനികരുടെ ജീവനെടുത്ത 2016 പത്താൻകോട്ട്, 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത 2019 പുൽവാമ തുടങ്ങിയ ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകി. 2019 മെയ് 1 UN രക്ഷാസമിതി ആഗോള ഭീകരനായി അസറിനെ പ്രഖ്യാപിച്ചു. 1968 പാക് പഞ്ചാബിലെ ബഹവൽപൂരിലായിരുന്നു ജനനം. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ സജീവമായിരുന്ന ഭീകര സംഘടനയായ ഹർക്കത്തുൽ അൻസാറിലൂടെയായിരുന്നു തുടക്കം. 1998 സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി. കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം നടത്താൻ ഹർക്കത്തുലിന്റെ പിന്തുണയുണ്ടെന്ന് 1998 US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA കണ്ടെത്തി. പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 2001 ഇന്ത്യയുടെ ആവശ്യപ്രകാരം അസറിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തെങ്കിലും 1 വർഷത്തിന് ശേഷം വിട്ടയച്ചു. മസൂദ് അസർ ഇപ്പോഴും പാകിസ്ഥാനിലുണ്ടെന്നാണ് വ്യാപകമായി കരുതപ്പെടുന്നതെങ്കിലും തെളിവുകളില്ല. മറ്റൊരു നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ തലവൻ ഹാഫിസ് സയ്യിദിനെയും അസറിനെയും കൈമാറാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ അജ്ഞത നടിക്കുകയായിരുന്നു. ജൂലൈയിൽ അൽ ജസീറയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അസർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കാമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ സൂചിപ്പിച്ചിരുന്നു.